Hello guys, welcome back to our YouTube channel. First of all, please like and subscribe. Thank you. So today we are going to play Minecraft. പച്ച മലയാളത്തിൽ സംസാരിക്കും. മൈൻക്രാഫ്റ്റ് അല്ല, ലോക്കിക്രാഫ്റ്റാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത്. തുടങ്ങിയിട്ടില്ല, എന്നാലും ഇപ്പം തുടങ്ങും. അയാളെ കൊള്ളത്തില്ല. അന്നേരം ഇയാളെ നോക്കാം. അന്നേരം ഇയാളെയും കൊള്ളത്തില്ല. എല്ലാം ഒരേപോലത്തെ ആൾ തന്നെയാണ്. അതുകൊണ്ട് അയാളെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സെറ്റിങ്സിൽ കയറിയിട്ട് എന്തോ തപ്പ് ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ബാക്കപ്പ് പോയി. എന്നിട്ട് കളിക്കാൻ വേണ്ടി ഞാനിപ്പോൾ കളിക്കുന്നത് ഞാൻ നേരത്തെ കളിച്ചുകൊണ്ടിരുന്നൊരു കളിയാണ്. ഞാൻ പുതിയതായിട്ട് തുടങ്ങുന്നില്ല, ഞാൻ അതിൻ്റെ കണ്ടിന്യൂ ചെയ്യാണ്. സർവൈവലാണ് കളിക്കുന്നത്. ഞാൻ ഈ സർവൈവൽ കളിക്കാനുള്ള ധൈര്യം വന്നതിന് ഈ സോളോവേൻ്റെ വീടാണ്. ചേട്ടൻ കളിക്കുന്നത് സർവൈവലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സർവൈവൽ കളിക്കുന്നതാണ്. മൈൻക്രാഫ്റ്റ് ഇങ്ങനെ ഗെയിംസൊക്കെ കളിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കളിക്കാൻ നോക്കിയത് തുടങ്ങുന്നത്. അയ്യോ, ഇതിന് കുറേ സമയം എടുക്കുമല്ലോ. അതൊരു ചെറിയൊരു ബ്രേക്കിന് പോകാവേ. ബ്രേക്ക് കഴിഞ്ഞു. ഇപ്പം മഴ പെയ്യുകയാണ് പുറത്ത്, നല്ല മഴയാണ്. ഇപ്പം രാത്രിയും കൂടിയായതുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല. എന്തായാലും ഉറങ്ങാൻ പോകുന്നു. ഞാനെന്തോ കാണിക്കുന്നുണ്ട്, എന്തോ തപ്പുവാണല്ലോ. ഇതൊക്കെ ഞാൻ അവിടുന്ന് വില്ലേജ് ആയിട്ട് എടുത്തതാണ്. ബാക്കിയെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ബ്രെഡും വാട്ടർ മെലണും മാത്രമാണ് ഞാനെടുത്തത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ സീഡ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളൂ. എല്ലൊക്കെ എവിടെ നിന്നൊക്കെ ഞാൻ കഷ്ടപ്പെടാതെ തന്നെ കിട്ടുന്നുണ്ട്. എല്ലും അമ്പൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ഒന്നും ഒരൊറ്റ ആവശ്യമില്ല. കിടക്കാം ഗൈസ്. there are monsters. ഇവിടെ മോൺസ്റ്റേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ സോംബി, എല്ലും കൂടെ സ്കെൽട്ടൻ, ക്രീപ്പർ, മറ്റേ വിച്ചുണ്ട് അവിടെ. അതാണ് എനിക്ക് ഒരുമാതിരി ബ്ലാ. ഇപ്പം കിടക്കാൻ പറ്റത്തില്ല. അയങ്കോട് അവിടെ ഉണ്ട്. കണ്ടിരിക്കുന്നത് ഞാൻ കെട്ടിയിട്ടതാണ് ഗൈസ്. നമ്മളിപ്പോൾ പുറത്തൊക്കെ ഒന്ന് സൈഡിൽ കൂടെ നോക്കുകയാണ് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. ക്രീപ്പർ എനിക്ക് ഭയങ്കര പേടിയാണ്. ക്രീപ്പറിന് അതാ ക്രീപ്പർ നോക്കുന്നു. വാതിലടച്ച് കയറിയിരിക്കുന്നു. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ഗൈസ്. ഇപ്പോഴും പറ്റത്തില്ല. എന്തിലോട്ട് കട്ട ഉണ്ടാക്കുകയാണ് ഞാൻ. അത് കുറേ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ എന്നിട്ട് ആകെ 5 കട്ട കിട്ടുന്നുള്ളൂ. കാരണം അങ്ങനത്തെ കട്ട കുറച്ചേ കിട്ടുന്നില്ല. ആ കട്ടയുടെ വരണ എന്തോ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല. ക്ലേ ഉണ്ട്. ഞാൻ സാൻഡ് തപ്പി പോയിട്ട് ക്ലേ കിട്ടി. പിന്നെയാണ് ഈ സാൻഡിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ സാൻഡ് വെച്ചിട്ട് ഗ്ലാസ് ഉണ്ടാക്കണമായിരുന്നു. അതിനാണ് ഞാൻ ആ സാൻഡ് എടുത്ത് തന്നെ. അപ്പോൾ സാൻഡ് ചൂടാക്കി കൊണ്ടിരിക്കണം ഗ്ലാസ് ആക്കാൻ വേണ്ടിയിട്ട്. ചൂടായിക്കൊണ്ടേക്കാണ്. ഇപ്പോൾ ഉറങ്ങാൻ പറ്റുമെന്നാണ് എൻ്റെ ശ്രമം. പക്ഷെ ഇപ്പോഴും പറ്റത്തില്ല. അയ്യോ, രണ്ട് ഗ്ലാസ് ആയിട്ടുണ്ട്. മറ്റേ ഗ്ലാസ് ഉണ്ടാക്കാനാണ് ഞാൻ ഈ നോക്കുന്നത്. ആ ഗ്ലാസിൻ്റെ പേരെന്തുവാണോ മറന്നു. ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് ഇപ്പം 3 എണ്ണം. മറ്റേ ഗ്ലാസ് ഇതുകൊണ്ട് അതിന് 6 എണ്ണം വേണം. 6 എണ്ണം വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാനാണ്? അതിനാണ് കേസ് ഞാൻ കണ്ടത്. 16 എണ്ണം ഉണ്ടാക്കണം 6 എണ്ണം വെച്ചിട്ട്. എന്നിട്ട് 6 എണ്ണമായില്ല. മറ്റേത് ഇപ്പം 5 എണ്ണം ആയത്. ലാസ്റ്റ് കറക്റ്റ് വന്ന് സാൻഡ് കറക്റ്റായിരുന്നു. മറ്റേ കത്തിക്കായിട്ടായിരുന്നു അതിൻ്റെ പേര്. എന്തോ കത്തിക്കുന്നുണ്ടല്ലേ, അതും കറക്റ്റായിരുന്നു. അല്ലെങ്കിൽ കിടക്കാൻ പറ്റുമോ നോക്കുന്ന ശ്രമത്തിലാണ് ഞാൻ. അന്നേരം മോൺസ്റ്റേഴ്സ് ഉണ്ട്.
എങ്ങോട്ടീ പോകുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ബോധമില്ല. എന്നെ കാണിക്കുന്നത് പോലും എനിക്കറിയത്തില്ല. ഞാൻ അത് പൊട്ടിക്കുക. സോറി. നമുക്ക് ഇനി ഇത് പൊട്ടിക്കാം. ഇനി പൊട്ടിച്ചിട്ട് ഗ്ലാസ് ഇനി മറ്റേ സൈഡും കൂടെ പൊട്ടിച്ചിട്ട് അവിടെയും കൂടെ ഗ്ലാസ് ഇടാം. എന്നിട്ട് മേലെ രണ്ടിടത്തും കൂടെ ഗ്ലാസ് ഇടാം. എന്നാലും നമുക്കെല്ലാം കാണാൻ പറ്റുള്ളൂ. അയൻകുളത്തിനെയും ക്രീപ്പറൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ. ഇനി അത് വെച്ച് ഇനി അപ്പുറത്തതും കൂടെ പൊട്ടിക്കണം. ഇതിലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചത്തില്ല. ഇതിൽ ചാവത്തിൻ്റെ കണ്ണു രാത്രി ഞാൻ പുറത്തിറങ്ങില്ല, രാവിലെ ഇറങ്ങുള്ളൂ. രാത്രി പുറത്തിറങ്ങിയ വെട്ടോ ഇല്ല, വെളിച്ചോ ഇല്ല, പ്രേതോ ഉണ്ട്. ചാവും, നമ്മൾ ചാവും. നമ്മളല്ല ഞാൻ എന്തായാലും ചാവും. രാത്രി ഇറങ്ങിയാൽ ഞാൻ ചാവും. അപ്പം അതും പൊട്ടിക്കുക, അതിങ്ങനെ ഇടുക, അത് പൊട്ടിക്കുക, അതും പൊട്ടിക്കുക, അങ്ങനെ ഇടുക. പിന്നെ അതാ ക്രീപ്പർ. ഈ ക്രീപ്പറിനെ എനിക്ക് പേടിയാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം അടക്കമെന്നും പറഞ്ഞ് പൊട്ടിക്കും. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടതിനെല്ലാം കാര്യം. അതുകൊണ്ടാണ് എനിക്ക് ക്രീപ്പറിന് ഇഷ്ടമില്ലാത്തത്. ക്രീപ്പറിനെ കണ്ടാൽ ഞാൻ ഓടിയിട്ട് ആ ക്രീപ്പറിൻ്റെ പുറകെ വരുന്നുണ്ട് അവിടെ വെച്ച് ഞാൻ പൊട്ടിക്കും. പക്ഷേ ക്രീപ്പറിൻ്റെ അടുത്ത് വയ്ക്കും. അന്നേരം പീം പീം ഒച്ച വരില്ലേ ഈ പൊട്ടാനാകുമ്പോൾ. അന്നേരം ആ ഒച്ച വെക്കുമ്പോൾ ഞാൻ ബാക്കിട്ട് പോകും. അന്നേരം ക്രീപ്പർ അവിടെ നിന്ന് പൊട്ടും. ഒരു ചുഗം. ഗ്ലാസ് വെച്ചാൽ പൊട്ടിക്കാൻ നോക്കുന്നത്. മിക്കവാറും ഗ്ലാസ് പൊട്ടും. ഗ്ലാസ് വെച്ച് പൊട്ടിക്കാൻ നോക്കി. അത് പോയി. ഇത് നോക്കണേ, ഗ്ലാസിൻ്റെ പുറയിലാണ്. എന്നാലും നമുക്കിടുക. അധികം തോന്നുന്നു. എപ്പോഴെങ്കിലും ഞാൻ ഉറങ്ങാൻ പറ്റുമോ നോക്കാനായിട്ടാണ് തോന്നുന്നു. ഫസ്റ്റ് രാത്രിയേ ഉറങ്ങാൻ പറ്റുള്ളൂ. രാവിലെയായി എന്നിട്ടും മഴ നിന്നില്ല. നമുക്ക് മേലോട്ടൊരു സ്റ്റെയർ വേണം. സ്റ്റെയർ എന്ന് വെച്ചാൽ ഏണി വെക്കാം. മേലോട്ട് മേലെ കയറി നല്ലോണം വീക്ഷിക്കാൻ പറ്റും. നേരം മേലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചു മറ്റേ ബെഡ് അവിടെ തന്നെ ഇരിക്കട്ടെ. ബെഡ് പൊട്ടിച്ചിട്ട് തന്നെ ബെഡ് ഇരിക്കട്ടെ. എന്നിട്ട് മറ്റേ സൈഡിൽ സ്റ്റെയർ വെക്കാം. ഈ ഏണി വെക്കാം. ഇനി ഏണി ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഗ്ലാസ് അവിടെ ഇരിക്കട്ടെ. ഏണി ഉണ്ടാക്കണമെങ്കിൽ വടി വേണം. വടി 4 കയ്യിലുള്ളൂ. അമ്പ് കണ്ടു ഞാൻ പറഞ്ഞില്ല. കുറേ അമ്പും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. വെറുതെ ഒരു കഷ്ടപ്പെടാതെ ഒന്നും കഷ്ടപ്പെട്ടിട്ടില്ല. രാവിലെ ഞാൻ പുറത്തിറങ്ങും. അയങ്കോളം കൊന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കത്തി വലിച്ചിട്ടുണ്ടാവും. അധികം എടുക്കുകയും വരും. പിന്നെ ഞാൻ ആ എല്ലിനെ സൂക്ഷിച്ചതെന്ന് വെച്ചാൽ വല്ല പട്ടിനെയും കിട്ടിയ നമ്മുടെ പട്ടി. ക്ലേ ഒക്കെ ഉണ്ട്. മഴയാണ് രാവിലെ ആയിട്ട്. മഴ തന്നെ നിൽക്കാത്ത. പനി അടിക്കുമല്ലോ, പുറത്തിറങ്ങാനും വയ്യ. അയങ്കോളമൊക്കെ തുരുമ്പിക്കും. നമ്മുടെ കയ്യിൽ കുറേ ഇതുള്ളതുകൊണ്ട് നമുക്ക് വടി ഉണ്ടാക്കാമായിരിക്കും. അതാ എണ്ണിയിരിക്കുന്നു. അതിന് 3 വടിയും കൂടെ വേണം. 3 വടിയും കൂടി കൊടുത്താൽ 3 ഏണി കിട്ടും. അത് ഇവിടുത്തെ ന്യായം. 1 2 3 4 5 6 വടി കൊടുത്താൽ 3 കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ വടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ കുറേ വടി ഉണ്ടാക്കുന്നുണ്ട്. വടീൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ കുറേ വടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏണി ഉണ്ടാക്കാം. ഏണി ഒരു 6 ആണ് നമ്മളെടുക്കുന്നത്. ഇനി മേലോട്ട് അതല്ല അവിടെ മേലോട്ടൊരു ഏണി ആക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളേ, അത് പൊട്ടിക്കാൻ വെച്ചു. 2 ഏണി ബാക്കി വന്നിട്ടില്ല. നമുക്ക് ആ ഏണീൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് വേണ്ടത് മറ്റേ സാധനം. എന്തായിരുന്നു അതിൻ്റെ പേര്? അയ്യോ, അതിൻ്റെ പേരെന്നായിരുന്നു? പൊട്ടിക്കാൻ നേരം കയറാൻ പറ്റും.
അതാ ക്രീപ്പർ നമ്മളെ കണ്ടു. അമ്മേ, അത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാൻ മറ്റേ ജനാലയായിരുന്നു ഞാൻ ഓർക്കുന്നത്. ജനാല എടുക്കാം. ജനാല എടുത്തിട്ട് മേലാക്കാം. അല്ല, നേരെ എടുത്ത് അതിൽ വെച്ചിട്ട് മേലോട്ട് വെച്ചു. എന്നാലും ജനാല വെക്കുന്നതെന്ന് വെച്ചാൽ കയറാൻ പറ്റില്ല, എന്നാലും മേലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതെന്തുവാണോ ഇവിടെ ക്രീപ്പർ ഉണ്ടെന്ന് തോന്നുന്നു. മേലോട്ട് കയറാം. മറ്റേ സാധനം എടുക്കാനാണ് മറ്റേ ഇത് എന്നതായിരുന്നു, മതിൽ എടുത്തിട്ട് മതിൽ ഒരെണ്ണം ഉള്ളു. നമ്മൾ എന്നിട്ട് കല്ല് വെച്ച് മതിലുണ്ടാക്കണം. മതിലുണ്ടാക്കിയിട്ട് വേണം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വീടിലൊക്കെ താഴെ മതിലും കൊണ്ടുവെക്കുക എനിക്ക് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ മതിലല്ല, ഒരു ബാൽക്കണി അല്ല എന്താ, നമ്മൾ താഴെ വീഴാതിരിക്കണ്ടേ? ഒരു സാധനം വേണ്ടി താഴെ വീഴാതിരിക്കേ, താഴെ വീഴാൻ ചത്തു. അതുകൊണ്ട് നമ്മൾ അത് തടയാൻ വേണ്ടിയിട്ട് അത് കളയാൻ നേരത്തെ പറഞ്ഞാൽ അതങ്ങനെ കയറാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കയറി ഏണി അവിടെയും കൂടെ ഒന്ന് വെക്കാം. ഇത് അവിടെയും കൂടെ ആയിട്ട് ഒരു ഏണി വെച്ചിട്ട് മറ്റേ എന്തായിരുന്നത്, ജനാല എടുത്തിട്ട് അതിൻ്റെ പൊക്കത്ത് വെക്കാം. ഈ ജനാല വെക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മഴവെള്ളം വീടില്ല അകത്തോട്ട്, അതുകൊണ്ട് വിറകൊന്നും ചീഞ്ഞു പോകത്തില്ല. അത് പൊട്ടിക്കാൻ എന്നിട്ട് നമുക്ക് അവിടെ മഡ് വെക്കാം. മഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ജനാല അവിടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ വീഴും. ഇനി നമുക്ക് മതിൽ പണിയാം. 1 2 3 4 കുറേ നമുക്കിത് ചുറ്റും മതിൽ പണിയാം. പണിഞ്ഞ് നമുക്ക് പണിയണം എല്ലാത്തിനെയും. അതാടാ കുറേ ചോമ്പികൾ 2 ചോമ്പി ഉണ്ട്, ഒരു കെൽട്ടണും ഉണ്ട്. മറ്റേവൻ എന്ത് ചെയ്യും? അതിൻ്റെ പിന്നെ ക്രീപ്പർ ഏതോ കാട്ടിൽ പോയി എന്നാണ് തോന്നുന്നത്. എന്നെ കണ്ട് മേടിച്ച് പോയതാണ്. തീർന്നു, ഒരെണ്ണം കൂടി വെക്കണമായിരുന്നു. അകത്തോട്ട് പോയിട്ട് ആ കല്ലുണ്ടോന്ന് നോക്കാം. ഇത് ഭയങ്കര പാടാണല്ലോ. അത് കിടക്കാം. നമുക്ക് നോക്കാം വല്ലതും ഉണ്ടോ എന്ന്. നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ, 5 വെച്ച് ആക്കാൻ പറ്റില്ലല്ലോ. 6 വേണം. നമുക്ക് തൃപ്തിയടയാം. ഇനി അത് ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് പോയിട്ട് എടുക്കാം ഗൈസ് കല്ലൊക്കെ. മഴയാണ്, പോകുന്നുമില്ല. അത് രാവിലെയായി, ഉറങ്ങാനും പറ്റത്തില്ല. ഒന്ന് ഉറങ്ങിയാലേ മഴ പോകത്തുള്ളെന്നാണ് തോന്നുന്നത്. ഉണ്ടോ? യു നോട്ട് റെസ്റ്റ് നൗ, ദർ ആർ മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന്. ഇത്രയൊക്കെ മതിൽ പണിതിട്ട് എന്നാ മോൺസ്റ്റേഴ്സ് ഉണ്ട്. അവിടെ ചുറ്റിനും അയൻകുളത്തിന് അങ്ങോട്ട് വെച്ചാലോ, അതായിരിക്കും നല്ലത്. നമുക്ക് ചുറ്റിനും മതിൽ വെക്കാം, അതായിരിക്കും നല്ലത്. ഇന്നത്തെ ഒരു എഴുത്തുള്ളൂ. അടുത്ത ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പുറത്തിറങ്ങി ഈ സോംബീസിനൊക്കെ കൊല്ലുന്നതൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇത് മഴ കൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങാത്തത് കേട്ടോ. പനി പിടിക്കും. ബൈ.